റൂത്ത് അധ്യായം 1. 2 ശീർഷകങ്ങളാണ്, 22 വാക്യങ്ങളാണ് റൂത്ത് 1-ാം അധ്യായത്തിലുള്ളത്. ഒന്നാമത്തെ ശീർഷകം എലിമെലേക്കും കുടുംബവും മോവാബിൽ 1 മുതൽ 5 വരെയാണ് ഒന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്. രണ്ടാമത്തെ ശീർഷകത്തിൽ വരുന്നത് നവോമിയും റൂത്തും ബെത്ലഹേമിലേക്ക്. വാക്യങ്ങൾ 6 മുതൽ 22 വരെയാണ് രണ്ടാമത്തെ ശീർഷകത്തിൽ വരുന്നത്. അധ്യായം 2 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 1 മുതൽ 23 വരെയാണ് അധ്യായം 2 വാക്യങ്ങളുള്ളത്. അധ്യായം 2 ശീർഷകം റൂത്ത് ബോവാസിൻ്റെ വയലിൽ എന്നതാണ്. റൂത്ത് അധ്യായം 3 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 1 മുതൽ 18 വരെയാണുള്ളത്. 3-ാം അധ്യായത്തിലെ ശീർഷകം ബോവാസിൻ്റെ മെതിക്കളത്തിലാണ്. അധ്യായം 4 ഒരു ശീർഷകമാണുള്ളത്. 22 വാക്യങ്ങളാണ് 4-ാം അധ്യായത്തിൽ ആകെ ഉള്ളത്. അധ്യായം 4 ശീർഷകമായിട്ട് വരുന്നത് റൂത്തിൻ്റെ വിവാഹമാണ്. അങ്ങനെ 4 അധ്യായങ്ങളാണ് ആകെ റൂത്തിലുള്ളത്. ഇനി 1 സാമുവൽ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളാണ് നമുക്ക് ഈ വർഷത്തെ പഠിക്കാനുള്ളത്. അതിൽ അധ്യായം 1 ഒരു ശീർഷകം 28 വാക്യങ്ങളാണ് 1 സാമുവൽ 1-ാം അധ്യായത്തിലുള്ളത്. 1-ാം അധ്യായത്തിൽ 1 ശീർഷകം സാമുവലിൻ്റെ ജനനമാണ്. 1 മുതൽ 28 വരെയാണ് വാക്യങ്ങളുള്ളത്. സാമുവലിൻ്റെ ജനനമാണ് 1-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. അധ്യായം 2 2 ശീർഷകങ്ങളുണ്ട്. 36 വാക്യങ്ങളാണുള്ളത് ആകെ. ഒന്നാമത്തെ ശീർഷകം ഹന്നായുടെ കീർത്തനം. 1 മുതൽ 11 വരെയാണ് ഹന്നായുടെ കീർത്തനം വരുന്നത്. അതാണ് 2-ാം അധ്യായത്തിലെ 1-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. രണ്ടാമത്തെ ശീർഷകമായി വരുന്നത് ഏലിയുടെ പുത്രന്മാർ. 12 മുതൽ 36 വരെയാണ് ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് വരുന്നത്. അധ്യായം 3 ഒരു ശീർഷകവും 21 വാക്യങ്ങളാണുള്ളത്. അധ്യായം 3 ശീർഷകം സാമുവലിനെ വിളിക്കുന്നു. 1 മുതൽ 21 വരെയാണ് അധ്യായം 3 ശീർഷകം. ഒരെണ്ണമാണുള്ളത്. അധ്യായം 4 ഒരു ശീർഷകം, വാക്യങ്ങൾ 22 വരെ. അധ്യായം 4 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 22 വരെയാണുള്ളത്. അധ്യായം 4 ശീർഷകം വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് അധ്യായം 4 ശീർഷകത്തിൽ വരുന്നത്. അധ്യായം 5 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 1 മുതൽ 12 വരെയാണ് അധ്യായം 5 ശീർഷകത്തിൽ വരുന്നത്. അധ്യായം 5 ശീർഷകം പേടകം ഫിലിസ്ത്യരുടെ ഇടയിലാണ്. അധ്യായം 6 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 21 വരെയാണ് അധ്യായം 6 വരുന്നത്. അധ്യായം 6 ശീർഷകം പേടകം തിരിച്ചെത്തുന്നു. പേടകം തിരിച്ചെത്തുന്നതിനെ കുറിച്ചാണ് അധ്യായം ആകെയുള്ളതിൽ വരുന്നത്. അധ്യായം 7 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 17 വരെയാണ് അധ്യായം 7 ഒരു ശീർഷകത്തിൽ വരുന്നത്. അധ്യായം 7 ശീർഷകം സാമുവൽ ന്യായാധിപൻ. ഇങ്ങനെ നമുക്ക് 7 അധ്യായങ്ങളാണ് 1 സാമുവൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതാണ് നമുക്ക് സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയാണ് നമുക്ക് 2026 ലോഗോസ് ക്വിസിന് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ അധ്യായം 1 ഒരു ശീർഷകമാണുള്ളത്. വാക്യങ്ങൾ 18 വരെയാണ് സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ വരുന്നത്. ഒരു ശീർഷകവും വാക്യങ്ങൾ 18 വരെയാണുള്ളത്. അധ്യായം 1 ശീർഷകം എന്ന് പറയുന്നത് മിഥ്യകളിൽ മിഥ്യ. അതുമാത്രമാണ് 1-ാമത്തെ ശീർഷകത്തിൽ അധ്യായത്തിൽ വരുന്നത്. അധ്യായം 2 3 ശീർഷകങ്ങളുണ്ട്. വാക്യങ്ങൾ 26 വരെയാണ് അധ്യായം 2 വരുന്നത്. ഒന്നാമത്തെ ശീർഷകം സുഖഭോഗങ്ങൾ മിഥ്യ. 1 മുതൽ 11 വരെയാണ് ഒന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്.
രണ്ടാമത്തെ ശീർഷകത്തിൽ വരുന്നത് ജ്ഞാനവും ഭോഷത്വവും മിഥ്യ. 12 മുതൽ 17 വരെയാണ് രണ്ടാമത്തെ ശീർഷകം 2-ാം അധ്യായത്തിൽ വരുന്നത്. മൂന്നാമത്തെ ശീർഷകമായി വരുന്നത് അധ്വാനം വ്യർത്ഥം. 18 മുതൽ 26 വരെയാണ് മൂന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്. അടുത്തത് അധ്യായം 3. 2 ശീർഷകമാണ് അധ്യായം 3-ലുള്ളത്. ആകെ 22 വാക്യങ്ങളാണ് അധ്യായം 3-ലുള്ളത്. 3-ാം അധ്യായത്തിലെ 1-ാമത്തെ ശീർഷകം ഓരോന്നിനുമുണ്ട് സമയം. വാക്യങ്ങൾ 1 മുതൽ 15 വരെയാണ് 1-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 3-ാം അധ്യായത്തിൽ 1-ാമത്തെ ശീർഷകത്തിൽ. 2-ാമത്തെ ശീർഷകമായി വരുന്നത് എവിടെയും അനീതി. വാക്യങ്ങൾ 16 മുതൽ 22 വരെയാണ് 2-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 4-ാം അധ്യായത്തിൽ ശീർഷകം ഒന്നും തന്നെ ഇല്ല. വാക്യങ്ങൾ 1 മുതൽ 16 വരെയാണ് 4-ാം അധ്യായത്തിൽ ആകെ വരുന്നത്. അധ്യായം 5 ശീർഷകങ്ങൾ 2 എണ്ണമാണുള്ളത്. വാക്യങ്ങൾ 20 വരെയാണ്. ഒന്നാമത്തെ ശീർഷകമായി വരുന്നത് ദൈവഭക്തി. 1 മുതൽ 7 വരെയാണ് ഒന്നാമത്തെ ശീർഷകമായ ദൈവഭക്തിയിൽ വരുന്നത്. രണ്ടാമത്തെ ശീർഷകത്തിൽ വരുന്നത് ദാരിദ്ര്യവും സമ്പത്തും. 8 മുതൽ 20 വരെയാണ് രണ്ടാമത്തെ ശീർഷകമായ ദാരിദ്ര്യവും സമ്പത്തിലും വരുന്നത്. അധ്യായം 6 ശീർഷകം ഒന്നുമില്ല. വാക്യങ്ങൾ 1 മുതൽ 12 വരെയാണ് അധ്യായം 6 ആകെയുള്ളത്. ഇനി നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ 7 വരെയാണ് ഈ ലോഗോസ് ക്വിസിന് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ചുള്ളത് നമുക്ക് കാണാം. 1-ാം അധ്യായത്തിൽ 5 ശീർഷകങ്ങളും 51 വാക്യങ്ങളുമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ളത്. 1-ാമത്തെ ശീർഷകം വരുന്നത് വചനം മനുഷ്യനായി. 1 മുതൽ 18 വരെയാണ് 1-ാമത്തെ ശീർഷകമായ വചനം മനുഷ്യനായിൽ വരുന്നത്. 2-ാമത്തെ ശീർഷകം വരുന്നത് സ്നാപ യോഹന്നാൻ്റെ സാക്ഷ്യം. 19 മുതൽ 28 വരെയാണ് 2-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 3-ാമത്തെ ശീർഷകത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട്. 29 മുതൽ 34 വരെയാണ് 3-ാമത്തെ ശീർഷകമായ ദൈവത്തിൻ്റെ കുഞ്ഞാടിൽ വരുന്നത്. 4-ാമത്തെ ശീർഷകം ആദ്യ ശിഷ്യന്മാർ. 35 മുതൽ 42 വരെയാണ് 1-ാം അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകത്തിലാണ് ആദ്യ ശിഷ്യന്മാർ വരുന്നത്. 5-ാമത്തെ ശീർഷകം പീലിപ്പോസും നഥാനയേലും. 43 മുതൽ 51 വരെയാണ് 5-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. ഇനി നമുക്ക് 2-ാം അധ്യായത്തെക്കുറിച്ച് നോക്കാം. 2-ാം അധ്യായത്തിൽ 2 ശീർഷകങ്ങളും 25 വാക്യങ്ങളുമാണ് ആകെയുള്ളത്. 1-ാമത്തെ ശീർഷകം വരുന്നത് കാനായിലെ വിവാഹ വിരുന്ന്. 1 മുതൽ 12 വരെ. 2-ാം അധ്യായത്തിലാണ് കാനായിലെ വിവാഹ വിരുന്ന് വരുന്നത്. 1 മുതൽ 12 വരെയാണുള്ളത്. 2-ാമത്തെ ശീർഷകം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. 13 മുതൽ 25 വരെയാണ്. കാനായിലെ വിവാഹ വിരുന്നിന് ശേഷമാണ് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ 2 ശീർഷകങ്ങളും 36 വാക്യങ്ങളുമാണ് 3-ാം അധ്യായത്തിൽ ഉള്ളത്. 1-ാമത്തെ ശീർഷകം യേശുവും നിക്കോദമോസും. 1 മുതൽ 21 വരെയാണ് 1-ാമത്തെ ശീർഷകത്തിൽ വരുന്നത് 3-ാം അധ്യായത്തിൽ. 2-ാമത്തെ ശീർഷകം സ്നാപകൻ്റെ ദൗത്യം. സ്നാപകൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത് 22 മുതൽ 36 വരെ 3-ാം അധ്യായത്തിലാണ് പറയുന്നത്. 4-ാം അധ്യായത്തിൽ 2 ശീർഷകങ്ങളാണുള്ളത്. വാക്യങ്ങൾ 54 വരെയാണ് 4-ാം അധ്യായത്തിൽ വരുന്നത്. 4-ാം അധ്യായത്തിലെ 1-ാമത്തെ ശീർഷകം യേശുവും സമരിയക്കാരിയും. വാക്യങ്ങൾ 1 മുതൽ 42 വരെയാണ്. 2-ാമത്തെ ശീർഷകം രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 43 മുതൽ 54 വരെയാണ് വരുന്നത്. 5-ാം അധ്യായത്തിൽ 3 ശീർഷകങ്ങളും 47 വാക്യങ്ങളുമാണ് 5-ാം അധ്യായത്തിൽ വരുന്നത്. അതിൽ 1-ാമത്തെ ശീർഷകം ബെത്സദായിലെ രോഗശാന്തി. 1 മുതൽ 18 വരെയാണ് 1-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 2-ാമത്തെ ശീർഷകം പുത്രൻ്റെ അധികാരം. 19 മുതൽ 29 വരെയാണ് 5-ാം അധ്യായത്തിലെ പുത്രൻ്റെ അധികാരത്തിൽ വരുന്നത്. 3-ാമത്തെ ശീർഷകം യേശുവിൻ്റെ സാക്ഷ്യം. 30 മുതൽ 47 വരെയാണ്
മൂന്നാമത്തെ ശീർഷകമായ യേശുവിൻ്റെ സാക്ഷ്യത്തിൽ വരുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ 4 ശീർഷകങ്ങളും 71 വാക്യങ്ങളുമാണുള്ളത്. 1-ാമത്തെ ശീർഷകം അപ്പം വർദ്ധിപ്പിക്കുന്നു. 1 മുതൽ 15 വരെയാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് 1-ാമത്തെ ശീർഷകത്തിൽ. 2-ാമത്തെ ശീർഷകം വെള്ളത്തിന് മീതെ നടക്കുന്നു. 16 മുതൽ 24 വരെയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് യേശു വെള്ളത്തിന് മീതെ നടക്കുന്നത്. അത് 2-ാമത്തെ ശീർഷകത്തിലാണ് വരുന്നത്. 3-ാമത്തെ ശീർഷകം ജീവൻ്റെ അപ്പം 25 മുതൽ 59 വരെയാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പ്രതിപാദിക്കുന്നത്. 4-ാമത്തെ ശീർഷകമാണ് നിത്യജീവൻ്റെ വചസ്സുകൾ. 60 മുതൽ 71 വരെയാണ് നിത്യജീവൻ്റെ വചസ്സുകൾ 4-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. ഇനി നമുക്ക് 7-ാം അധ്യായത്തിൽ 6 ശീർഷകങ്ങളും 53 വാക്യങ്ങളുമാണ് 7-ാം അധ്യായത്തിലുള്ളത്. 1-ാമത്തെ ശീർഷകം കൂടാരത്തിരുന്നാൾ 1 മുതൽ 13 വരെയാണ് 7-ാം അധ്യായത്തിലെ കൂടാരത്തിരുന്നാളിനെ കുറിച്ച് പറയുന്നത്. അടുത്തതാണ് 2-ാമത്തെ ശീർഷകം യേശുവിൻ്റെ വിജ്ഞാനം. 14 മുതൽ 24 വരെയാണ് യേശുവിൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിൽ വരുന്നത്. അടുത്തത് 3-ാമത്തെ ശീർഷകം ഇവനാണോ ക്രിസ്തു 25 മുതൽ 31 വരെ 7-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകത്തിൽ വരുന്നത് 25 മുതൽ 31 വരെയാണ്. 4-ാമത്തെ ശീർഷകമാണ് വേർപാടിനെ കുറിച്ച് 32 മുതൽ 36 വരെയാണ് 7-ാമത്തെ അധ്യായത്തിലെ വേർപാടിനെ കുറിച്ചുള്ള ശീർഷകത്തിൽ വരുന്നത്. 5-ാമത്തെ ശീർഷകം ജീവജലത്തിൻ്റെ അരുവികൾ 37 മുതൽ 39 വരെയാണ് 7-ാം അധ്യായത്തിലെ ജീവജലത്തിൻ്റെ അരുവികൾ 5-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 6-ാമത്തെ ശീർഷകത്തിൽ വരുന്നത് അധികാരികളുടെ വിശ്വാസം 40 മുതൽ 53 വരെയാണ് വരുന്നത്. 8-ാം അധ്യായത്തിൽ 6 ശീർഷകങ്ങളും 59 വാക്യങ്ങളുമാണുള്ളത്. 6 ശീർഷകങ്ങളും 59 വാക്യങ്ങളുമാണ് 8-ാം അധ്യായത്തിൽ വരുന്നത്. 1-ാമത്തെ ശീർഷകമാണ് പിടിക്കപ്പെട്ട വ്യഭിചാരിണി 1 മുതൽ 11 വരെയാണ് വരുന്നത്. 2-ാമത്തെ ശീർഷകത്തിൽ വരുന്നത് യേശു ലോകത്തിൻ്റെ പ്രകാശം 12 മുതൽ 20 വരെയാണ് 2-ാമത്തെ ശീർഷകമായ യേശു ലോകത്തിൻ്റെ പ്രകാശത്തിൽ വരുന്നത്. 3-ാമത്തെ ശീർഷകം വരുന്നത് യഹൂദർക്ക് മുന്നറിയിപ്പ് 21 മുതൽ 30 വരെയാണ് 3-ാമത്തെ ശീർഷകമായ യഹൂദർക്ക് മുന്നറിയിപ്പിൽ വരുന്നത്. 4-ാമത്തെ ശീർഷകമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും 31 മുതൽ 47 വരെയാണ് 4-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 5-ാമത്തെ ശീർഷകമാണ് പിശാച് നിങ്ങളുടെ പിതാവ് 39 മുതൽ 47 വരെയാണ് 5-ാമത്തെ ശീർഷകം വരുന്നത്. 6-ാമത്തെ ശീർഷകം അബ്രഹാത്തിന് മുമ്പ് ഞാനുണ്ട് 48 മുതൽ 59 വരെയാണ് 6-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് അടുക്കുമ്പോൾ അതിനകത്ത് 2 ശീർഷകങ്ങളും 41 വാക്യങ്ങളുമാണുള്ളത്. 1-ാമത്തെ ശീർഷകം അന്ധനെ സുഖപ്പെടുത്തുന്നു 1 മുതൽ 34 വരെയാണ് 1-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 9-ാം അധ്യായത്തിലാണ് അന്ധനെ സുഖപ്പെടുത്തുന്നത്. 2-ാമത്തെ ശീർഷകം ആത്മീയ അന്ധത 35 മുതൽ 41 വരെയാണ് നമ്മുടെ 9-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകത്തിൽ വരുന്നത്. 10-ാം അധ്യായത്തിലെ 3 ശീർഷകങ്ങളും 42 വാക്യങ്ങളുമാണ് 10-ാം അധ്യായത്തിലുള്ളത്. അതിൽ 1-ാമത്തെ ശീർഷകം ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ 1 മുതൽ 6 വരെ 10-ാം അധ്യായത്തിൽ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമയാണ് 1 മുതൽ 6 വരെ പ്രതിപാദിക്കുന്നത്. 2-ാമത്തെ ശീർഷകം നല്ല ഇടയൻ 7 മുതൽ 21 വരെയാണ് നല്ല ഇടയനെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ 2-ാമത്തെ ശീർഷകത്തിൽ പ്രതിപാദിക്കുന്നത്. 3-ാമത്തെ ശീർഷകം യേശു ദൈവപുത്രൻ 22 മുതൽ 42 വരെയാണ് 3-ാമത്തെ ശീർഷകമായ യേശു ദൈവപുത്രനിൽ വരുന്നത്. അധ്യായം 11 5 ശീർഷകങ്ങളും 57 വാക്യങ്ങളുമാണുള്ളത്.
ഒന്നാമത്തെ ശീർഷകം ലാസറിൻ്റെ മരണം 1 മുതൽ 16 വരെ. 1 മുതൽ 16 വരെയാണ് ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് 11-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ ശീർഷകം യേശു പുനരുത്ഥാനവും ജീവനും 17 മുതൽ 27 വരെയാണ് രണ്ടാമത്തെ ശീർഷകമായ യേശു പുനരുത്ഥാനവും ജീവനും എന്നതിൽ പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ശീർഷകം യേശു കരയുന്നു 28 മുതൽ 36 വരെയാണ് യേശു കരയുന്നതായിട്ട് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തെ ശീർഷകത്തിൽ. നാലാമത്തെ ശീർഷകം ലാസറിനെ ഉയർപ്പിക്കുന്നു 38 മുതൽ 44 വരെയാണ് നാലാമത്തെ ശീർഷകത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് വരുന്നത്. അഞ്ചാമത്തെ ശീർഷകം യേശുവിനെ വധിക്കാൻ ആലോചന 45 മുതൽ 57 വരെയാണ് അഞ്ചാമത്തെ ശീർഷകത്തിൽ വരുന്നത്. അധ്യായം 12 5 ശീർഷകങ്ങൾ 50 വാക്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ശീർഷകം തൈലാഭിഷേകം 1 മുതൽ 11 വരെയാണ് തൈലാഭിഷേകത്തിൽ വരുന്നത്. രണ്ടാമത്തെ ശീർഷകം രാജകീയ പ്രവേശനം 12 മുതൽ 19 വരെയാണ് 12-ാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകത്തിൽ വരുന്നത്. മൂന്നാമത്തെ ശീർഷകമാണ് ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു 20 മുതൽ 26 വരെയാണ് മൂന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്. നാലാമത്തെ ശീർഷകം മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം 27 മുതൽ 36 വരെയാണ് 12-ാം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകത്തിൽ വരുന്നത്. അഞ്ചാമത്തെ ശീർഷകത്തിൽ വരുന്നത് യഹൂദരുടെ അവിശ്വാസം 37 മുതൽ 50 വരെയാണ് യഹൂദരുടെ അവിശ്വാസത്തിൽ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് പൗലോസ് ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. അധ്യായം 1 3 ശീർഷകങ്ങൾ 24 വാക്യങ്ങളാണ് ഒന്നാം അധ്യായത്തിലുള്ളത്. ഒന്നാമത്തെ ശീർഷകം അഭിവാദനം 1 മുതൽ 5 വരെയാണ് ഒന്നാമത്തെ അധ്യായത്തിലെ അഭിവാദനത്തിൽ പെടുന്നത്. രണ്ടാമത്തെ ശീർഷകം മറ്റൊരു സുവിശേഷമില്ല 6 മുതൽ 10 വരെയാണ് രണ്ടാമത്തെ ശീർഷകമായ മറ്റൊരു സുവിശേഷമില്ല എന്നതിൽ വരുന്നത്. മൂന്നാമത്തെ ശീർഷകം അപ്പസ്തോലനാകാനുള്ള വിളി 11 മുതൽ 24 വരെയാണ് മൂന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത് ഒന്നാം അധ്യായം വരുന്നത്. അധ്യായം 2 3 ശീർഷകം 21 വാക്യങ്ങളാണുള്ളത്. അധ്യായം 2 3 ശീർഷകം 21 വാക്യങ്ങൾ. ഒന്നാമത്തെ ശീർഷകമാണ് പൗലോസിന് അംഗീകാരം 1 മുതൽ 10 വരെയാണ് പൗലോസിൻ്റെ അംഗീകാരത്തിൽ വരുന്നത് രണ്ടാം അധ്യായത്തിൽ. രണ്ടാമത്തെ ശീർഷകം അഭിപ്രായ ഭിന്നത 11 മുതൽ 14 വരെയാണ് രണ്ടാമത്തെ ശീർഷകമായ അഭിപ്രായ ഭിന്നതയിൽ പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ശീർഷകം വിശ്വാസത്തിലൂടെ നീതീകരണം 15 മുതൽ 21 വരെയാണ് രണ്ടാം അധ്യായം മൂന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്. അധ്യായം 3 4 ശീർഷകങ്ങളുണ്ട് 29 വാക്യങ്ങളുണ്ട്. 4 ശീർഷകങ്ങളാണ് അധ്യായം 3 വരുന്നത്. ഒന്നാമത്തെ ശീർഷകം നിയമമോ വിശ്വാസമോ 1 മുതൽ 14 വരെ. മൂന്നാം അധ്യായം ഒന്നാമത്തെ ശീർഷകത്തിൽ നിയമമോ വിശ്വാസമോ 1 മുതൽ 14 വരെയാണ് പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ ശീർഷകം നിയമവും വാഗ്ദാനവും 15 മുതൽ 20 വരെയാണ് രണ്ടാമത്തെ ശീർഷകമായ നിയമവും വാഗ്ദാനത്തിലും പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ശീർഷകമാണ് നിയമത്തിൻ്റെ ഉദ്ദേശം 21 മുതൽ 25 വരെയാണ് മൂന്നാമത്തെ ശീർഷകമായ നിയമത്തിൻ്റെ ഉദ്ദേശത്തിൽ വരുന്നത്. അടുത്തത് നാലാമത്തെ ശീർഷകം പുത്രത്വവും അവകാശവും 26 മുതൽ 29 വരെയാണ് നാലാമത്തെ ശീർഷകമായ പുത്രത്വവും അവകാശവും അതിൽ വരുന്നത്. അടുത്തത് അധ്യായം 4 ശീർഷകങ്ങൾ 2 എണ്ണാണുള്ളത്. വാക്യങ്ങൾ 31 വരെയാണ് അധ്യായം 4 പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ ശീർഷകം ഗലാത്യക്കാരെക്കുറിച്ച് വ്യഗ്രത 8 മുതൽ 20 വരെയാണ് ഫസ്റ്റ് കാണുന്ന 4
ശീർഷകമില്ല. 8 തുടങ്ങിയിട്ടാണ് ഗലാത്യയെക്കുറിച്ച് വ്യഗ്രതയെക്കുറിച്ചിട്ട് 20 വരെ ഹെഡിങ് ശീർഷകം തുടങ്ങുന്നത്. അങ്ങനെയാണ്. രണ്ടാമത്തെ ശീർഷകം ഹാഗാറും സാറായും 21 മുതൽ 31 വരെയാണ് രണ്ടാമത്തെ ശീർഷകമായ ഹാഗാറിലും സാറായിലും പ്രതിപാദിക്കുന്നത്. അധ്യായം 5 ശീർഷകങ്ങൾ 2 എണ്ണമാണുള്ളത്. വാക്യങ്ങൾ 26 വരെ. ഒന്നാമത്തെ ശീർഷകത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം 1 മുതൽ 15 വരെയാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം വരുന്നത്. രണ്ടാമത്തെ ശീർഷകം ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും 16 മുതൽ 26 വരെയാണ് 5-ാം അധ്യായം രണ്ടാമത്തെ ശീർഷകമായ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളിലും വരുന്നത്. അധ്യായം 6 ശീർഷകങ്ങൾ 2 എണ്ണമാണുള്ളത്. വാക്യങ്ങൾ 18 അധ്യായം 6 ഒന്നാമത്തെ ശീർഷകം പരസ്പരം സഹായിക്കുക 1 മുതൽ 10 വരെയാണ് 6-ാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകത്തിൽ വരുന്നത്. പരസ്പരം സഹായിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ശീർഷകം അന്തിമ നിർദ്ദേശങ്ങൾ 11 മുതൽ 18 വരെയാണ് 6-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകമായ അന്തിമ നിർദ്ദേശങ്ങളിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.